നമസ്തേ. തിരുവനന്തപുരത്ത് വഴുതക്കാട് വെള്ളയമ്പലം റോഡ്, ഈ കാണുന്ന റോഡ്, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നിർമ്മിച്ച റോഡാണ്. ഈ റോഡടക്കം കേരളത്തിലെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനം നിമിഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരള മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മരുമകനായ ശ്രീ റിയാസ്, ഇവരെല്ലാവരും കൂടി നിർവഹിച്ചു. ഈ റോഡിനെ ഇതിന്റെ ഉദ്ഘാടനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മുഴുവൻ പോസ്റ്റർ വിപ്ലവമാണ്. കേരളത്തിലെ റോഡുകള് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കാശ് മുടക്കി പണിയെടുപ്പിച്ച് സ്മാർട്ട് റോഡുകളാക്കി എന്നാണ് ഇവരുടെ അവകാശവാദം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, 2015 സ്മാർട്ട് സിറ്റി പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റാണ് എല്ലാ നഗരങ്ങളിലും സ്മാർട്ട് സിറ്റികളും സ്മാർട്ട് റോഡുകളും വേണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നിതിൻ ഗഡ്കരി ഏതാണ്ട് 760-800 കോടിയുടെ അടുത്ത് രൂപ കൊടുത്തിട്ടാണ് സ്മാർട്ട് റോഡുകളും സ്മാർട്ട് സിറ്റിയും നടത്തുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിനെ കുറിച്ച് ഒരു വാക്കുപോലും സൂചിപ്പിക്കാൻ ഈ കേരള ഗവൺമെന്റിന്, ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കണ്ടോ, ഇതാ ഇവരുടെ പരസ്യമാണ്. ഈ ബോർഡ് കണ്ടോ, ഇത് നോക്കൂ. കേരളത്തിലെ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെയും ഉദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് 4:30. ഞാൻ നിൽക്കുന്നത് ഈ മാനവീയം റോഡിന്റെ മുഖത്താണ്. ഈ മാനവീയം റോഡിന്റെ മുഖത്ത് ഈ റോഡ് സ്മാർട്ട് റോഡായിട്ട് ഇവർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന് പൈസ കൊടുത്ത കേന്ദ്ര ഗവൺമെന്റിന് എവിടെ? ഏതെങ്കിലും കടലാസിൽ എഴുതിയാൽ മതിയോ? നാട്ടുകാരറിയണ്ടേ ഇത് കേന്ദ്ര ഗവൺമെന്റ് തന്നതാണെന്ന്? BJPയുടെ സർക്കാർ, NDAയുടെ സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് റോഡ് എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത്. കേരളത്തിലെ റോഡ് നമ്മൾ കണ്ടിരുന്നില്ലേ? റോഡുകളിൽ വാഴ വെച്ചിട്ടാണ് കളിച്ചിരുന്ന ആൾക്കാര്. കുണ്ടും കുഴിയും നിറഞ്ഞ് അത് മുഴുവൻ കഴിഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോ ഒരു 6 ലൈൻ വരികയാണ്. മനോഹരമായ പാത, ഇന്റർനാഷണൽ സംവിധാനങ്ങളെ വെല്ലുന്ന രീതിയിൽ മിന്നുന്ന പാതകൾ വരുമ്പോൾ ഞാൻ അതിലൂടെ കുറെ യാത്ര ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കുറെ ദൂരം ആ റോഡിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റി. ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ വരദാനമാണ്. റോഡിന്റെ സൈഡിൽ സ്ഥലമെടുക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറഞ്ഞ പിച്ചച്ചട്ടിയുമായി കേന്ദ്ര ഗവൺമെന്റിന്റെയും ഗഡ്കരിയുടെയും മുന്നിൽ കൈ നീട്ടിയ ഇവിടുത്തെ കേരള ഗവൺമെന്റ് ഉദ്ഘാടനം നടത്തുമ്പോൾ സ്വന്തം ഫണ്ടാണ്, റോഡ് ഫണ്ടാണ്. തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം. നാണവും മാനും എന്ന് പറയുന്നത് കാൽ കഴഞ്ചുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷം ഇങ്ങനെ ഇരിക്കുമോ? ഇങ്ങനെയാണോ ഒരു സർക്കാർ ഭരിക്കേണ്ടത്? സത്യമായിട്ട് അംഗീകരിക്കാൻ ഇടതുപക്ഷം ഇപ്പോഴും പഠിച്ചിട്ടില്ല. സത്യവിരുദ്ധ പ്രസ്താവനകളും സത്യവിരുദ്ധ സമീപനങ്ങളുമാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇടതുപക്ഷ സർക്കാരിലൂടെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പൈസ അത് ആവാസ് യോജനയുടെ പേരിലുള്ളതായാലും ഏത് പദ്ധതിയുടെ പേരിലായാലും, ജല വിനിയോഗത്തിന്റെ പേരിലുള്ളതായാലും, ജലമന്ത്രാലയത്തിന്റെ ആയാലും എല്ലാ പദ്ധതികളും പേരുമാറ്റി വക മാറ്റുന്ന ഒരു സ്വഭാവമാണ് ഇവർ കാണിക്കുന്നത്. ഇവർക്കാകെ ആരുണ്ട്? ഊരാളുങ്കല, വേറെ ആരുമില്ല. ഊരാളുങ്കൽ ഇവരുടെ തന്നെ ആൾക്കാരുടെ ഒരു സമിതിയാണ്. ആ ഒരു ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമേ ഇവർക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇത്രയും ഇത് എത്ര കാലം ഇത് എടുത്തെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റ് കാശ് കൊടുത്തിട്ട് വർഷങ്ങളായി. എത്രയോ കാലം ഇവിടെ മുഴുവൻ തട്ടിക്കൂട്ടി റോഡ് മുഴുവൻ കുഴിച്ചിട്ട്, നടുവിൽ മുഴുവൻ കുഴിച്ചിട്ട് ഇപ്പൊ സംഗതി കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. കാരണം നാട്ടുകാർ കാശ് തന്നാല് സുഖമായിട്ട് ഉണ്ടാക്കാൻ മരുമകനും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കൂ. മോദി സർക്കാർ കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്മാർട്ട് പദ്ധതിക്ക്, അമൃത പദ്ധതിക്ക്, പ്രസാദം പദ്ധതിക്ക്, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാ ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സൗകര്യവും യാത്രാ സൗകര്യവും ഒരുക്കുന്ന രീതിയിൽ ഇത്തരം സ്മാർട്ട് റോഡുകൾ ഉണ്ടാക്കുമ്പോൾ കേന്ദ്രം തന്നു എന്ന് വിനീത വിധേയമായിട്ടൊന്ന് സമ്മതിക്കാനുള്ള സാമാന്യ മര്യാദയോ അതിനുവേണ്ട ഹ്യൂമിലിറ്റി, അതിനുവേണ്ട എളിമയോ കേരള ഗവൺമെന്റ് കാണിക്കാത്തതിലുള്ള ആ ഒരു അപ്രിയ സത്യം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത് മാത്രമേ പറയാനുള്ളൂ. റോഡ് നന്നായിട്ടുണ്ട്, ഇനിയും നന്നാവും. കാരണം ഈ റോഡുകള് എന്ന് പറയുന്ന സങ്കല്പം
ആ സങ്കല്പം വികസിത ഭാരതം എന്ന സങ്കല്പം ഈ ഭാരതത്തിന്റെ മുന്നിലും ലോകത്തിന്റെ മുന്നിലും കാഴ്ചവെച്ച മോദി സർക്കാരിന്റെ അതാണ് നമ്മുടെ സങ്കല്പം. വികസിത ഭാരതാണ്. ആ വികസിത ഭാരത സങ്കല്പത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ന് BJP ഇവിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വികസിത കേരള സങ്കല്പത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നത്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നത്, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കുന്നത്. നമുക്ക് വേണ്ടത് വികസനമാണ്. ആ വികസനത്തിലൂടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയാണ്. ആ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഉള്ളത് കൊണ്ടാണ് ഭാരതത്തിന്റെ ബ്രഹ്മോസും ഭാരതത്തിന്റെ ആയുധങ്ങള് ഇന്ന് ലോക മാർക്കറ്റിൽ ഇടം പിടിച്ച് ചൈനയും തുർക്കിയും ഒക്കെ ഔട്ടാക്കിയിട്ട് കേരളത്തിന്റെ സ്വദേശി ആയുധങ്ങൾക്ക് മാത്രമേ ആയുധങ്ങളുടെ ബലവീര്യമുള്ളൂ എന്ന് ലോകം തിരിച്ചറിഞ്ഞ അഭിമാനകരമായ സ്വാഭിമാനപൂരിതമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളൊക്കെ അത് അറിഞ്ഞാസ്വദിച്ചവരാണ്, അഭിമാനം കൊണ്ട് ശിരസുയർത്തിയവരാണ്. Where the mind is without fear and the head is held high. അവിടെയാണ് നമ്മുടെ ഭാരതം നിൽക്കുന്നത്. അഭിമാനത്തോടെ ശിരസുയർത്തുകയും ഭയരഹിതമായി ജീവിക്കാനുള്ള ദേശസുരക്ഷയിലേക്ക് ഭാരതത്തെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അതൊക്കെ വികസനത്തിന്റെ ഭാഗമാണെങ്കിൽ ആ വികസനത്തിന് വേണ്ടിയാണ് മലകൾക്കിടയിലൂടെ ടണലുകളും കടലിന്റെ മുകളിലൂടെ ബോംബെയിൽ പാലവും ഒക്കെ കെട്ടിയിട്ട് ഈ സ്മാർട്ട് റോഡുകളെ നിർമ്മിച്ച് നമ്മുടെ സാധാരണക്കാർക്ക്, നമ്മുടെ സാധാരണ പബ്ലിക്കിന് യാത്രാ സൗകര്യം ഒരുക്കുന്നത്. ഇത് മുഴുവൻ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം ഇത് ഞമ്മൻ തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ കഷ്ടമാണ് എന്ന് ഈ സന്ധ്യയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് നമ്മളുടെ ഇവിടുത്തെ സാധാരണക്കാരുടെ പേരിൽ കണ്ടോ നല്ല നടപ്പാതയുണ്ട്, നടുവിൽ നല്ല ഈ സംവിധാനങ്ങളുണ്ട്. അതുപോലെ നടപ്പാതേന്റെ അപ്പുറത്ത് കൂടി നടക്കുമ്പോൾ സാധാരണക്കാർക്ക് ഒന്ന് വർത്തമാനം പറഞ്ഞ് നടന്നാലും, ഒന്ന് ബസ്സോ അല്ലെങ്കിൽ ഒന്നും വരുമ്പോൾ പേടിക്കാതെ പോവാം. കുട്ടികൾ വർത്തമാനം പറഞ്ഞ് നടപ്പാതയിൽ കൂടെ നടക്കുകയാണെങ്കിലും വിഷമില്ലാണ്ട് പോവാം. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഐഡിയയും കാശും വന്നത് തല മറന്ന് എണ്ണ തേക്കരുത്, വന്ന വഴി മറക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ സായാഹ്നം ഉപയോഗിക്കുകയാണ്. ഈ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കേരളത്തിലേക്ക് കാശൊഴുക്കിയ, കേരളത്തിനെ ചേർത്ത് പിടിച്ച, കേരളത്തിന്റെ വികസനത്തിന് കൂട്ടുനിന്ന, കേരളത്തിന്റെ വികസനം സാധ്യമാക്കാൻ എന്തും ചെയ്യുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിനെ ഒരിക്കൽ കൂടി കൃതജ്ഞതയോടെ ഓർമ്മിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.